കാറ് വാങ്ങിയപ്പോൾ അദ്ദേഹം പോണ്ടിച്ചേരിക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം ഇവിടെ ലോകസഭയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തൃശ്ശൂരിലെ മുക്കാട്ടുകരക്കാരനാണ്. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്തുകാരനാകുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാത്രമല്ല SIR പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം ഗുരുവായൂർക്കാരനായി മാറി. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം പറയും. ബഹുമാന്യനായ കുമ്പിടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഗുരുവായൂരിൽ. 2 മാസം മുമ്പാണ് ഇദ്ദേഹം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തത്. 1 വർഷം മുമ്പാണ് ഇദ്ദേഹം തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ കുടുംബസമേതമല്ല, ഒറ്റക്കാണ്. സമ്മതിക്കണം ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ SIR പ്രകാരമുള്ള ഏറ്റവും ഒടുവിലത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. അനിൽ അക്കരയുടെ പോസ്റ്റാണ്, തൃശ്ശൂരിൽ നിന്നുള്ള അനിൽ അക്കരയുടെ പോസ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ക്രമ നമ്പർ 677, പോളിംഗ് ബൂത്ത് നമ്പർ 137, പേര് സുരേഷ് ഗോപി, അച്ഛൻ്റെ പേര് ഗോപിനാഥപിള്ള, വീട്ടു നമ്പർ അച്യുതം അപ്പാർട്ട്മെൻറ്റ്, വയസ്സ് പുരുഷൻ, ഫോട്ടോ അടക്കമുണ്ട്. വോട്ടർ ID നമ്പർ PVM 1J96753. ഇതാണ് വോട്ടേഴ്സ് ലിസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വോട്ട് ചോരിയുണ്ട്. ആ വോട്ട് ചോരിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ SIRൻ്റെ നടപടിക്രമങ്ങൾ കേരളത്തിലേക്ക് എത്തിയപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എത്രയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കരട് പട്ടിക വന്നു കഴിഞ്ഞതിന് ശേഷവും പല രീതിയിലുള്ള സ്ക്രീനിങ്ങുകൾക്കും ഹിയറിങ്ങുകൾക്കും മാപ്പിങ്ങിനും ഒക്കെ എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ അവരാരും ഇതുപോലെ കൊല്ലത്ത് വോട്ട് ചെയ്തവരല്ല, തൃശ്ശൂരിൽ വോട്ട് ചെയ്തവരല്ല, തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തവരല്ല, ഒന്നുമല്ല. അവരൊക്കെ ജനിച്ച് ഇന്ന് ഈ നിമിഷം വരെ വോട്ടുണ്ടായ അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരേ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്ത ആളുകളിൽ പലർക്കും പല രീതിയിലുള്ള ഈ പറയുന്ന നിയമക്കുരുക്കുകൾ അല്ലെങ്കിൽ പേപ്പർ വർക്കുകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെയാണ് ഇതൊരു പരിഹാസമായിട്ട് നമ്മൾ കാണേണ്ടതല്ല, ഒരു വിഷയമല്ല. വളരെയധികം ശ്രദ്ധ ആകർഷിക്കേണ്ട, വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കണം നമ്മൾ. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു BJPക്കാരൻ, ഒരു സംഘപരിവാറുകാരന് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ വോട്ട് തൃശ്ശൂരിലായിരുന്നു. സുരേഷ് ഗോപിക്ക് മാത്രമല്ല, അയാളുടെ കുടുംബാംഗങ്ങൾക്കും അയാളുടെ ചേട്ടന്മാർക്കും അനിയന്മാർക്കും അങ്ങനെ ഒരുപാട് ആളുകൾക്ക്. എന്നാൽ ഈ തൃശ്ശൂരിൽ വോട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് എവിടെയായിരുന്നു സുരേഷ് ഗോപിക്ക് വോട്ട്? സുരേഷ് ഗോപിക്ക് കൊല്ലത്ത് വോട്ടുണ്ടായിട്ടുണ്ട്, അതുപോലെ തിരുവനന്തപുരത്തും വോട്ടുണ്ടായിട്ടുണ്ട്. പിന്നീടാണ് തൃശ്ശൂരിൽ 2024 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റുന്നത്. മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് 2024 കഴിഞ്ഞ് 2025 ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും വോട്ട് ശാസ്തമംഗലത്തേക്ക് മാറ്റുന്നു. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മാറ്റുന്നു. ശരി, കഴിഞ്ഞു എന്ന് കരുതി. ഇല്ല, അവിടെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ SIRൻ്റെ നടപടിക്രമങ്ങളൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ വോട്ട് ഗുരുവായൂരിലാണ്. എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ടുണ്ടായ സുരേഷ് ഗോപി, തൃശ്ശൂരിലെ മുക്കാട്ടുകരയിൽ വോട്ടുണ്ടായ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഗുരുവായൂരിലാണ് വോട്ട്. മറ്റൊരു പോളിംഗ് ബൂത്തിൽ മറ്റൊരിടത്താണ് വോട്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത് എങ്ങനെ സാധ്യമാകുന്നു? സാധാരണക്കാരന് അവൻ്റെ ഒരു വോട്ട് നിലനിർത്താൻ വേണ്ടി പല ഹിയറിങ്ങുകളും മാപ്പിങ്ങുകളും ചെയ്യേണ്ടി വരുന്ന ഇടത്താണ് സുരേഷ് ഗോപിക്ക് യഥേഷ്ടം ഇങ്ങനെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന വോട്ട് ചോരിയുടെ യാഥാർത്ഥ്യം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ SIRൻ്റെ ഈ പറയുന്ന ഏറ്റവും കരട് ലിസ്റ്റ് കഴിഞ്ഞ് ഏറ്റവും വലിയ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ ഏറ്റവും അധികം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത്. വെട്ടിമാറ്റുക എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? വെട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ വെറുതെ വെട്ടിമാറ്റിയതല്ല.
ആ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ വ്യക്തികളെ ഒന്നും കാണാൻ കഴിയാഞ്ഞിട്ടാണ്, കണ്ടെത്താൻ കഴിയാഞ്ഞിട്ട്, ട്രേസ് ചെയ്യാൻ കഴിയാഞ്ഞിട്ട്. അങ്ങനെ വോട്ടുകൾ ഏറ്റവും കൂടുതൽ മാറിയിരിക്കുന്നത് ഈ പറയുന്ന BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ, BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നിടത്താണ്. അപ്പോൾ അവിടെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണോ? അല്ല. പിന്നെ എന്താണ്? ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒരു ചില ടാർഗറ്റഡ് മണ്ഡലങ്ങളിലേക്ക്, കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വോട്ടുകൾ ആഡ് ചെയ്ത് അവിടെ വലിയ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള ഒരു കളികളായിരുന്നു ഇത്രയും ദിവസം നടന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതത്ര വലിയ ഒരു പരിഹാസം ആക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു കോമഡിയായിട്ട് കാണേണ്ടതുമായ ഒരു വിഷയമല്ല ഇത് എന്നുള്ളതാണ്. വളരെയധികം സീരിയസ് ആയിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ SIRമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് കാണാതായിരിക്കുന്ന വോട്ടർമാരെന്ന് പറയുന്നത് ഓരോ ബൂത്തുകളിലെയും 50, 52, 40, 45% ആളുകളെയാണ്. അപ്പോൾ അവിടെയാണ് സുരേഷ് ഗോപി എങ്ങനെ വിജയിച്ചു എന്നതിൻ്റെ ഈ പിന്നാമ്പുറക്കളികൾ നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ അയാൾ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം ഇതിന് മറുപടി പറയേണ്ടത് BJPയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ സുരേഷ് ഗോപിയോ അല്ല. ഇത് എങ്ങനെ സാധ്യമാക്കുന്നു? ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഏർപ്പാട് നടത്താൻ ഈസി ആയിട്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് വ്യക്തമാക്കേണ്ടത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയേണ്ടത്. കാരണം ഇവിടെ KC വേണുഗോപാലിന് പോലും മാപ്പിങ്ങിലേക്ക് ഉൾപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മാപ്പിങ്ങും ഒരു ഡാറ്റയും ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ ഇത്തരത്തിൽ തോന്നും വിധം ഇങ്ങനെ വോട്ട് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? സുരേഷ് ഗോപിക്ക് അയാളുടെ പ്രൂഫുകൾ, ഇപ്പോൾ ഐഡൻറ്റിറ്റി കാർഡോ ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ID കാർഡോ പാസ്പോർട്ടോ ഇങ്ങനെ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് അയാൾക്കുള്ളത്, ഇതിലൊക്കെ ഓരോന്നിലും ഓരോ അഡ്രസ്സുകളായിരിക്കണം. അല്ലാതെ എങ്ങനെയാണ് മാറ്റുന്നത്? ഇപ്പോൾ ഒരു വോട്ട് മാറ്റണമെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു വോട്ട് ഇപ്പോൾ നിലവിൽ എൻ്റെ വീട്ടിലെടുത്ത് എനിക്ക് മറ്റൊരിടത്തേക്ക് മാറ്റണമെങ്കിൽ അവിടുത്തെ ഒരു അഡ്രസ്സുള്ളൊരു ഡോക്യുമെൻ്റ് വേണ്ടേ? അതുണ്ടെങ്കിൽ മാത്രമല്ല മാറ്റാൻ കഴിയുക. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നത്? ഇപ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ അഡ്രസ്സുകളിൽ ഡോക്യുമെൻ്റ് ഉണ്ടാവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തൃശ്ശൂരിലെ മുക്കാട്ടുകരയിൽ അഡ്രസ്സ് ഉണ്ടായി, അതുപോലെ ഈ പറയുന്ന ഗുരുവായൂരിൽ അഡ്രസ്സ് ഉണ്ടാകുന്നു, കൊല്ലത്ത് അഡ്രസ്സ് ഉണ്ടാകുന്നു, ശാസ്തമംഗലത്ത് അഡ്രസ്സ് ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ ക്രിമിനൽ കുറ്റമല്ലേ? ആൾമാറാട്ടമല്ലേ? വ്യാജരേഖ ഉണ്ടാക്കലല്ലേ ഇതൊക്കെ? അപ്പോൾ ഇത്തരത്തിൽ വ്യാജരേഖകളും ആൾമാറാട്ടങ്ങളും നടത്തി അതിന് ഓശാന പാടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ SIRമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്രയധികം പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരുമായിട്ടുള്ള എത്രയധികം ആളുകൾക്കാണ് മാപ്പിങ്ങിന് വിധേയമാകേണ്ടി വന്നിട്ടുള്ളത്? സാധാരണക്കാരായിട്ടുള്ള എത്രയധികം ആളുകൾക്കാണ് മാപ്പിങ്ങിന് വിധേയമാകേണ്ടി വന്നിട്ടുള്ളത്? ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ വോട്ടുകൾ ഇങ്ങനെ മാറ്റി 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 കളിക്കാൻ സാധിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യമാണ്. മറുപടി പറയേണ്ടത് BJPയോ സുരേഷ് ഗോപിയോ അല്ല, മറിച്ച് അവരിത് വളരെ പ്ലാൻഡ് ആയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. കെട്ടിച്ചമച്ച് രേഖകൾ ഉണ്ടാക്കിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്? ഇത് എങ്ങനെയാണ് ഇവരിപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ എത്രയധികം ആളുകളെയാണ് BLOമാർ ഹിയറിങ്ങിനായിട്ട് വിളിക്കുകയും ബന്ധപ്പെടുകയും രേഖകൾ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന BLOമാർ ഇത് എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇതൊന്നും സംഭവിക്കാതിരിക്കുന്നത്? എങ്ങനെയാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ വോട്ടുകൾ നിരന്തരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതല്ലേ ഏറ്റവും വലിയ ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത്? ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഞാൻ വലിയ ദേശസ്നേഹിയാണ്, രാജ്യസ്നേഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി വ്യാജരേഖകൾ ഉണ്ടാക്കി അതിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾക്കും ഇൻട്രസ്റ്റുകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഇത്തരത്തിൽ വോട്ട് ചോരി തന്നെ നടത്തുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ രാജ്യദ്രോഹ പ്രവർത്തനം എന്ന് പറയുന്നത്? അപ്പോൾ പിന്നെ അതിൽ വലിയ പറയാനൊന്നുമില്ല. കാരണം എന്താ? ഇവരുടെ തലതൊട്ടപ്പൻ നരേന്ദ്രമോദി അവിടെ ഇരിക്കുന്നത് പോലും ഈ പറയുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലൂടെയാണ് അവിടെ ഇരിക്കുന്നത്, അല്ലേ? ആണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമാണ്. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെക്കാനിസം കൊണ്ടുവന്നത് എപ്പോഴാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബാലറ്റ് പേപ്പറുകളിലുള്ള തിരിമറികൾ
അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എന്താ നടക്കുന്നത്? ബാലറ്റ് പേപ്പറുകളിൽ ഉണ്ടാക്കിയ തിരിമറികളെക്കാളും വലിയ തിരിമറികൾ ഈ പറയുന്ന മെഷീനുകൾ ഹാക്ക് ചെയ്ത് മെഷീനുകളിൽ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ ഈ വോട്ട് ചെയ്ത ആളുകളൊക്കെ മുഖത്തോട് മുഖം നോക്കുക. തൃശ്ശൂരുകാർ നോക്കിയതുപോലെ മുഖത്തോട് മുഖം നോക്കുക. നീ ചെയ്തോ, അല്ല ഞാൻ ചെയ്തോ, അല്ല അവൻ ചെയ്തോ, അല്ലെങ്കിൽ ഇവൻ ചെയ്തോ. എങ്ങനെയാണ് വിജയിച്ചത് എന്നറിയുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മാത്രം പുതുതായി ചേർക്കപ്പെട്ടത് 1,15,000 ചില്ലറ വോട്ടുകളാണ് പുതുതായി ചേർക്കപ്പെട്ടത്. സാധാരണ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരം വർധനവുകൾ ഉണ്ടാവാറുണ്ട്. 4, 5, 3% വർധനവുണ്ടാവുന്ന ഓരോ മണ്ഡലങ്ങളിലും. പക്ഷേ തൃശ്ശൂരിൽ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വർധനമെന്ന് പറയുന്നത് 11%. 1,15,000 വോട്ടുകളാണ് പുതുതായി ചേർക്കപ്പെട്ടത്. അതിനോ തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്, കൊല്ലത്ത് നിന്ന് ആളുകൾക്ക് തൃശ്ശൂരിൽ വോട്ടായിട്ടുണ്ട്, പാലക്കാട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, കാസർഗോഡ് നിന്ന്, വയനാട്ടിൽ നിന്ന്, അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വോട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് 1,15,000 വോട്ടുകൾ വന്നത്. ഈ 1,15,000 വോട്ടുകൾ അത്രയും ഈ SIRൻ്റെ നടപടിക്രമങ്ങളിലൂടെ എല്ലാം വെട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുക. ഇപ്പോൾ അത് അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഗുരുവായൂർ മണ്ഡലത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കപ്പെടാത്ത എത്ര ആളുകളുടെ വോട്ടുകളാണ് ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്ത മണ്ഡലങ്ങളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്.